വീട്ടിലിരുന്നുകൊണ്ട് ഡിഗ്രി അല്ലെങ്കിൽ PG പഠിക്കാം. IGNOU കോഴ്സുകൾക്കായുള്ള ഫുൾ സപ്പോർട്ട് ഇനി മലയാളത്തിലും. 13 UG പ്രോഗ്രാമുകൾ, 2 PG പ്രോഗ്രാമുകൾ. കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യാം. എക്സസൈസ് ബിഫോർ സ്റ്റഡി. നിങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് എക്സസൈസ് ചെയ്യുന്ന ആളുകളാണോ? അതല്ലെങ്കിൽ ഒരു ദിവസത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ എക്സസൈസ് ചെയ്യുന്നവരാണോ? എക്സസൈസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ ബോഡി. നമ്മുടെ എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ബോഡിയുടെ എൻഡോർഫിൻസ് എല്ലാം തന്നെ റിലീസ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്ട്രെസ് എല്ലാം തന്നെ മാറി നമുക്ക് നല്ലപോലെ ഒരു മൂഡ് അല്ലെങ്കിൽ എനർജി ബൂസ്റ്റ് ചെയ്ത് വരും. സോ അതുകൊണ്ടാണ് നമ്മൾ എക്സസൈസ് ചെയ്യണം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഞാൻ പറയുന്നത് എക്സസൈസ് ബിഫോർ സ്റ്റഡിങ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും, പഠിക്കുന്നതിന് മുമ്പ് എന്തിനാണ് എക്സസൈസ്? അതിൻ്റെ ആവശ്യം എന്തായിരിക്കുന്നത്? നമുക്ക് പഠിക്കാൻ തന്നെ സമയം കിട്ടുന്നില്ല, അപ്പോഴാണോ ഇനി എക്സസൈസ് എന്നൊക്കെ നിങ്ങളുടെ മനസ്സിലൂടെ നിങ്ങളിങ്ങനെ ചിന്തിച്ച് പോകുന്നുണ്ടായിരിക്കും. പക്ഷേ പഠിക്കുക എന്ന് പറയുമ്പം നമുക്ക് വേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം മൂഡാണ്, അല്ലേ? നമുക്ക് ചിലപ്പം നമ്മളിങ്ങനെ സ്ട്രെസ്ഡ് ആയിട്ടായിരിക്കും ചിലപ്പോൾ പഠിക്കാൻ വന്നിരിക്കുന്നത്. അത് നമ്മളെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. നമുക്ക് നല്ല രീതിയിൽ ബ്രെയിനിൽ ആ കാര്യങ്ങൾ ഫീഡ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. സോ ഏതൊക്കെ രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യുമ്പോഴാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ എക്സസൈസ് കൊണ്ട് ഉദ്ദേശിച്ചത് എന്നാണ് പറഞ്ഞു തരാൻ പോകുന്നത്. സോ ഇപ്പോൾ നിങ്ങൾ വീണ്ടും ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഇപ്പോൾ ഇനി ഞാൻ വല്ല എക്സസൈസ് പഠിപ്പിച്ചു തരാൻ പോവാണോ എന്നുള്ളത്. എക്സസൈസ് പഠിപ്പിച്ചു തരുമൊന്നുമല്ല, ഞാൻ സ്റ്റഡീസിനെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ പവർ കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഹായ്, ഹലോ, വെൽക്കം ടു Learnwise. അപ്പോൾ നമുക്ക് IGNOU സിമ്പിളായി പഠിച്ചാലോ? രാവിലെ എണീറ്റ് നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം, ആ ഒരു ത്രൂ ഔട്ട് ദ ഡേ നമുക്ക് ആ ഒരു എനർജി ഫീൽ ചെയ്യാൻ പറ്റും, അല്ലേ? എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ക്ഷീണം മാത്രമല്ല മാറുന്നത്, പകരം നമ്മുടെ എനർജി ലെവൽ നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ള മോട്ടിവേഷനൊക്കെ തപ്പി ഇങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലിസ്റ്റിൽ ഒരു സാധനം കൂടി ആഡ് ചെയ്തോളൂ, എക്സസൈസ്. നിങ്ങളുടെ റുട്ടീനിലേക്ക് നിങ്ങൾ എക്സസൈസ് കൊണ്ടുവരിക. നിങ്ങൾക്ക് തന്നെ ആ ചേഞ്ച് ഫീൽ ചെയ്യാൻ പറ്റും. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ചിരി വരും, പിന്നെ ഇനിയിപ്പോൾ എക്സസൈസ് ചെയ്തിട്ടല്ലേ എവിടെയാണ് സമയം കിട്ടുക എന്നൊക്കെ. പക്ഷേ എക്സസൈസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന 1 hour 2 hour അല്ലെങ്കിൽ ഇങ്ങനെ കുറേ മണിക്കൂറുകൾ നിങ്ങൾ എക്സസൈസ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് പഠിക്കാനിരിക്കുക എന്നൊന്നുമല്ല. നിങ്ങളുടെ ഒരു ദിവസത്തിൽ ഒരു 20 minutes നിങ്ങൾക്ക് നടക്കാം. ഓക്കെ, നടക്കുക, ജോഗിങ് ചെയ്യുക, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യുക. ഇങ്ങനെയുള്ള എക്സസൈസുകൾ ചെയ്യുന്നതിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എൻഡോർഫിൻസ് എല്ലാം തന്നെ റിലീസായിട്ട് നമുക്ക് നല്ലൊരു എനർജി അവിടെ കിട്ടും. നമ്മുടെ സ്ട്രെസ് എല്ലാം മാറും. പിന്നെ നമ്മൾ പഠിക്കാനിരിക്കുകയാണെങ്കിൽ ആ ഒരു കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു എനർജി നമുക്ക് ആ പഠിക്കുന്നതിൽ തന്നെ എടുക്കാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ടാണ് എക്സസൈസ് ചെയ്യുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ പഠിക്കാനിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കുറച്ച് വാമപ്പുകൾ ചെയ്യാം. പഠിക്കാൻ നിങ്ങൾ ഇരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് സ്ട്രെസ്സ് ഫീൽ ചെയ്യുന്നതെങ്കിൽ എണീക്കുക, ഒരു 10 പുഷപ്സ് എടുക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ചെറിയ സ്ക്വാട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പഠിക്കുന്ന സമയത്ത് നല്ല പോലെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും. സോ വാക്കിങ്, ജോഗിങ്, എക്സസൈസിങ് ഇതല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ മോർണിംഗിൽ എണീക്കുമ്പോൾ തന്നെ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഡെയിലി എപ്പോഴെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് മെഡിറ്റേഷൻ. സോ മെഡിറ്റേഷൻ ചെയ്യാമെന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ മൈൻഡ് ഭയങ്കര ഡിസ്ട്രാക്റ്റ് ആവുന്ന മൈൻഡാണ്, അല്ലേ? നമ്മളൊന്ന് മെഡിറ്റേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലൂടെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഓടി വരും. അപ്പം അതെങ്ങനെ നമുക്ക് മാറ്റാം? പ്രാക്ടീസ്. നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു 10 minutes മതി. 10 minutes എങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ തിങ്ങിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യത്തിലേക്കോ മ്യൂസിക്കിലേക്കോ ഒക്കെ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവൻച്വലി നിങ്ങൾക്കതിൽ ചേഞ്ചസ് കാണാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഈ ഒരു ഡിസ്ട്രാക്ഷൻ, നമ്മുടെ മൈൻഡിൽ വരുന്ന ഒരു ഡിസ്ട്രാക്ഷൻ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന മറ്റൊരു ഘടകമാണ് പസിൽസ്, ഗെയിംസ്, കാർഡ് ഗെയിംസ്, അതല്ലെങ്കിൽ ചെസ്, ഇങ്ങനെയുള്ള കുറച്ച് ഗെയിംസ്. ഇങ്ങനെയുള്ള കോൺസെൻട്രേഷൻ വേണ്ട ഗെയിംസ് നമ്മൾ ആദ്യം കളിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ആസ് ഐ സെഡ്, ഇവൻച്വലി അതിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും. പിന്നെ മാറ്റർ ചെയ്യുന്ന മറ്റൊരു കാര്യമായിരിക്കും ഏജ് ഗ്രൂപ്പ്. ഇത്രയും പ്രായമായില്ലേ, ഇനിയിപ്പോൾ എന്ത് പസിൽ കളിക്കാൻ അല്ലെങ്കിൽ ചെസ്സ് കളിക്കാൻ, എന്ത് ഗെയിംസ് കളിക്കാൻ, അതൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് വിചാരിക്കരുത്. ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഗെയിംസ് കളിക്കാം.
നമ്മുടെ ഉദ്ദേശം എന്താണ്? എനിക്ക് കോൺസെൻട്രേഷൻ ലെവൽ വർദ്ധിച്ച് കൊണ്ടുവരണം, അല്ലെങ്കിൽ വർദ്ധിച്ചെടുക്കണം എന്നുള്ളതാണ്, ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളതാണ്. സോ ആ ടൈമിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഇങ്ങനെയുള്ള കുറച്ച് ഗെയിംസ്. ഈ ഗെയിംസ് വളരെയധികം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ ഈ ഗെയിംസ് കളിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ഡെയിലി ഒരു 10 മിനിറ്റ്സ് മെഡിറ്റേഷനും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ പവർ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. സോ ഇത് നിങ്ങൾക്ക് ഫസ്റ്റിൽ കേൾക്കുമ്പം നമുക്ക് ചിലപ്പം അത്ര അക്സെപ്റ്റബിൾ ആയിട്ട് തോന്നില്ല. ബട്ട് ഇഫ് യു പ്രാക്ടീസ്, റിസൾട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇനി ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം മ്യൂസിക്. നമ്മളെല്ലാവരും, ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ മ്യൂസിക് ഇഷ്ടപ്പെടുന്നവരാണ് അല്ലേ? നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമുക്കൊന്ന് കാം ആവണം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു മ്യൂസിക് കേൾക്കുവാണ്. അതും അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലൊരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ടെങ്കിൽ ആ ഇൻസ്ട്രുമെൻ്റ് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇൻസ്ട്രുമെൻറ്റ്സ് വളരെയധികം നമ്മളുടെ ബ്രെയിനിനെ നല്ല രീതിയിൽ എഫക്റ്റീവ് ആക്കുന്ന ഒരു സാധനം, നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. അത് ഏത് ഇൻസ്ട്രുമെൻറ്റും ആയിക്കോട്ടെ, നിങ്ങൾ ഏതിലാണോ കംഫർട്ടബിൾ, എൻജോയ് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾ പഠിച്ചിട്ടുള്ളത്, അത് നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ യൂസ് ചെയ്യാൻ സാധിക്കും. വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ മോസ്റ്റ്ലി ചെയ്യുന്ന ആളുകൾ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഫോണിൽ ഇങ്ങനെ ഇരുന്ന് സ്ക്രോൾ ചെയ്യുക. സോ ഈ ഒരു സ്ക്രോളിങ്ങിന് പകരം നിങ്ങൾ ആ സമയം നിങ്ങൾ ഇതുപോലുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റഡീസിൽ വളരെയധികം മാറ്റം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ബിക്കോസ് നമ്മൾ ഈ ഫോണിൽ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമും അങ്ങനെ പല തരത്തിലുള്ള സോഷ്യൽ മീഡിയാസും നമ്മൾ വളരെയധികം അട്രാക്റ്റഡ് ആണ്. അതിലോട്ട് നമ്മൾ എത്രമാത്രം നമ്മൾ തന്നെ അറിയില്ല, മണിക്കൂറുകളാണ് ചിലർ ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നത്. ഇങ്ങനെ ഇരിക്കും, ചുമ്മാ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് യാതൊരു പ്രയോജനവും നമുക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. സോ ആ സമയത്ത് നമ്മൾ ഇതുപോലുള്ള എന്തെങ്കിലും മ്യൂസിക്കോ കേൾക്കുമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗിറ്റാറോ വയലിനോ ഒക്കെ വെച്ചിരുന്ന് അത് പ്ലേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മൈൻഡ് കുറച്ച് കാം ആകുകയും പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനിരിക്കുക അല്ലെങ്കിൽ പഠിക്കാനിരിക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് കൊണ്ടുവരിക. ഇനി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സ്ലീപ്പ്. അപ്പം വോൾ പ്രൊഡക്റ്റീവ് ഡേ നിങ്ങളിങ്ങനെ കൊണ്ട് നടന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉറക്കം. ഈ ഒരു ഉറക്കം എന്ന് പറയുമ്പം ചിലരിങ്ങനെ ബെഡിൽ വന്ന് വളരെ സ്ട്രെസ്ഡ് ആയിട്ടായിരിക്കും വരുന്നത്. ഭയങ്കര ക്ഷീണിച്ചിനി എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങിയാൽ മതി എന്ന് വിചാരിച്ച് ബെഡിലേക്ക് വന്ന് കിടക്കും. അപ്പോഴാണ് വില്ലൻ നമ്മുടെ കയ്യിലേക്ക് വരുന്നത്. എന്താണ്? ഫോൺ അങ്ങോട്ട് എടുക്കും, പിന്നെ അങ്ങോട്ട് എന്തെങ്കിലും ഓപ്പൺ ആക്കും, പിന്നെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഈ ക്ഷീണമുള്ള ആൾ മണിക്കൂറുകളോളം അതിൽ ചിലവഴിക്കും. എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല. നമ്മുടെ ബ്രെയിനിനെ അത് വളരെയധികം എഫക്റ്റ് ചെയ്യും. നെക്സ്റ്റ് ഡേ മോർണിംഗ് എണീക്കുമ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. എണീക്കണ്ടെന്നൊക്കെ തോന്നും. ഒരു എനർജി ഉണ്ടാവില്ല, ഭയങ്കര മടിയായിരിക്കും, ചിലപ്പോൾ തലവേദനയായിരിക്കും, അല്ലെങ്കിൽ മൂഡ് ഭയങ്കരമായിട്ട് ഓഫായിട്ടിരിക്കുകയായിരിക്കും. സോ ഇങ്ങനെ ഒരു ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. അത് ഭയങ്കരമായിട്ട് നമ്മളെ ഹോൾ ഡേ എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. സോ അതേ സ്ഥാനത്ത് നമ്മൾ പ്രോപ്പറായിട്ടൊരു 6 to 7 hours എങ്കിലും മിനിമം നിങ്ങൾ ഉറങ്ങിയിരിക്കണം. അത്ര ഉറക്കം നമ്മുടെ ബോഡിയിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ഏതൊരു പ്രവർത്തനത്തിലും നല്ല രീതിയിൽ അത് കാണാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് നല്ല എനർജി ആയിരിക്കും എണീറ്റു. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വർക്കൗട്ടുകൾ ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, ഗെയിംസ് കളിക്കുക, പിന്നെ നിങ്ങളുടെ ബാക്കി കാര്യങ്ങളും നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ്. സോ എക്സസൈസ് യുവർ ബ്രെയിൻ, ലേൺ സംതിങ് ന്യൂ, റീഡ് എ ബുക്ക്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഈ കുറച്ച് ചെയ്യുന്ന കൂട്ടത്തിൽ റുട്ടീനിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മളൊരു പ്രൊഡക്റ്റീവായിട്ടൊരു ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു ത്രൂ ഔട്ട് ദ ഡേ നമ്മൾ അങ്ങനെ തന്നെ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ റുട്ടീനിൽ നിങ്ങൾ പോലും അറിയാതെ നമ്മൾ പുതിയ പുതിയ സാധനങ്ങൾ, ഇപ്പം ഒരു പുതിയ കാര്യം പഠിക്കുക അല്ലെങ്കിൽ ഒരു ബുക്ക് വായിക്കുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യാനുള്ള സമയം നമുക്ക് ഓർഗനൈസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. സോ നിങ്ങൾ സ്റ്റഡീസിന് മുമ്പായിട്ട് എക്സസൈസ് ചെയ്യുക. എക്സസൈസ് എന്ന് പറയുമ്പോൾ ബോഡിയുടെ എക്സസൈസ് മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ബ്രെയിൻ എക്സസൈസും കൂടെയാണ്. ബ്രെയിനിനെയും കൂടെ നമ്മൾ ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ്. മാക്സിമം ട്രെയിൻ ചെയ്യുക. ഏതൊക്കെ രീതിയിൽ ഗെയിംസ് കളിച്ചും അങ്ങനെ പസിൽസ് കളിച്ചും ചെസ്സ് കളിച്ചും പിന്നെ എക്സസൈസുകൾ ചെയ്തും ഇങ്ങനെ പല രീതിയിലും ബോഡിയും ബ്രെയിനും കൂടെ ഒന്നിച്ച് എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും നിങ്ങളുടെ ഓരോ പ്രവർത്തനത്തിലും വരാൻ പോകുന്നത്.
സോ സ്റ്റഡീസിനുള്ള മോട്ടിവേഷൻ ഇങ്ങനെ നോക്കി നടക്കാതെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഒരു ഡേ നിങ്ങൾ ഓർഗനൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മളിങ്ങനെ അതായത് സ്റ്റഡി മോട്ടിവേഷൻ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്ത് നമുക്ക് അതിനായിട്ട് നമ്മൾ 1 മണിക്കൂർ എന്ത് ചെയ്യാണ്, കുറേ വീഡിയോസ് കണ്ട് വേസ്റ്റ് ചെയ്യാണ്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ കൊണ്ടുവരുന്നുണ്ടോ? അതും ഉണ്ടാവില്ല. സോ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് വളരെ ബേസിക് ആയിട്ടുള്ള വളരെ കുറച്ച് സമയം മാത്രം ഉപയോഗിക്കാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നത്. അല്ലാതെ നിങ്ങൾക്ക് വോൾ ഡേ നിങ്ങൾ എക്സസൈസ് ചെയ്യൂ, അല്ലെ വോൾ ഡേ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യൂ, അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നുള്ളതല്ല. പ്രോപ്പറായിട്ട് വളരെ കുറച്ച് സമയം 20 മിനിറ്റ്സ് 10 മിനിറ്റ്സ് യൂസ് ചെയ്യേണ്ട മാത്രം കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. സോ അതാണ് നിങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട എക്സസൈസുകൾ. സോ ഐ ഹോപ്പ് നിങ്ങൾ ഈ എക്സസൈസുകളൊക്കെ ചെയ്ത് നിങ്ങളുടെ സ്റ്റഡീസ് നിങ്ങൾ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും നിങ്ങൾക്ക് ഡിഗ്രിയോ പി ജിയോ ചെയ്യണം, വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഡിഗ്രിയോ പി ജിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ലേൺവൈസ് ഈസ് ഹിയർ. നിങ്ങൾക്ക് ലേൺവൈസിൽ ജോയിൻ ചെയ്യാം. ലേൺവൈസിൽ 13 UG പ്രോഗ്രാമുകളും 2 PG പ്രോഗ്രാമുകളും അവൈലബിൾ ആണ്. സോ ഡിഗ്രി ആണ് നിങ്ങളുടെ സ്വപ്നം, PG ആണ് നിങ്ങളുടെ സ്വപ്നം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലേൺവൈസ് നിങ്ങളുടെ എല്ലാ ഹെൽപ്പിലും ഉണ്ടാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു കോച്ചിങ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൽ കയറി, അതായത് നിങ്ങൾക്ക് ഒരു ലിങ്ക് അവൈലബിൾ ആണ്, അതിൽ നിങ്ങൾക്ക് കയറിയിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അതിൽ നിന്നും കിട്ടുന്നതായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം ഡയറക്റ്റ്ലി സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സിക്യൂട്ടീവിൻ്റെ നമ്പറും ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ആപ്പിൻ്റെ ലിങ്കും അവൈലബിൾ ആണ്. ആപ്പ് പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ കയറി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്കത് കാണാവുന്നതാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ പാക്കേജുകൾ, എങ്ങനെയൊക്കെയാണ് കോച്ചിങ് പ്രോഗ്രാമുകൾ നടക്കുന്നത് എന്നുള്ളത്. സോ ഇഗ്നോയിൽ നിങ്ങൾക്ക് ഒരു ഡിഗ്രി PG ചെയ്യണമെന്ന ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ഫുൾ സപ്പോർട്ട് തരുന്ന ഒരു ബെസ്റ്റ് എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോമാണ്, ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ലേൺവൈസ്. സോ ജോയിൻ ലേൺവൈസ് ആൻഡ് നിങ്ങളുടെ എല്ലാ ലേൺവൈസിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡിഗ്രി അല്ലെങ്കിൽ PG എന്ന സ്വപ്നം നിങ്ങൾ നേടിയെടുക്കാൻ നോക്കുക. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്റ്റഡി ടിപ്പുകൾ ഇപ്പം ഞാൻ ഓൾമോസ്റ്റ് ഒരു 9 സ്റ്റഡി ടിപ്പുകളോളം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ മറ്റൊരു സ്റ്റഡി ടിപ്പുമായി ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ.